തിയേറ്ററിൽ കട്ട ഫ്ലോപ്പായിട്ട് CD ഇറങ്ങിയപ്പോഴോ ടി വിയിൽ വന്നപ്പോഴോ കൾട്ട് ഹിറ്റ് അടിച്ചൊരു പടമാണ് ആട്. ആ കൾട്ട് ഹിറ്റിനെക്കാട്ടിലും വമ്പനോളം തിയേറ്ററിലുണ്ടാക്കി അന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു തിയേറ്റർ ഹിറ്റ് അടിച്ച പടമാണ് ആട് 2. അങ്ങനെ ഒരു പടത്തിന് ഒരു ദുരന്തം തേർഡ് പാർട്ട് എങ്ങനെ എടുക്കാം എന്ന് റിസർച്ച് ചെയ്തെടുത്ത പോലത്തെ ഒരു പടമാണ് ആട് 3. ഈ പടം ഞാൻ എങ്ങനെ കണ്ട് തീർത്തു എന്ന് എനിക്കറിയാൻ മേല. ലാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ലാഗ് പടത്തിന്. എല്ലാ ക്യാരക്ടേഴ്സും ആര് കൂടുതൽ വളിപ്പായിട്ട് ചെയ്യും എന്നുള്ളത് ഒരുമാതിരി മത്സരിച്ച് അഭിനയിച്ചേക്കുന്ന പോലെയാണ് എനിക്ക് ആ പടത്തിൽ ഫീലായത്. നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അത് ആദ്യം ആ ക്യാപ്റ്റൻ ക്ലീറ്റസ് ധർമ്മജൻ്റെ ക്യാരക്ടർ ആ ഡോളർ എടുത്തിട്ട് ട്രംപിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്ന സാധനമുണ്ട്. അതൊക്കെ എന്ത് രീതിയിൽ പ്ലേസ് ചെയ്തതാണോ ആ സിനിമയിൽ, എന്ത് അർത്ഥം വെച്ചിട്ട്, എങ്ങനെയാ സംഭവം ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യാൻ ഒരു റൈറ്റർക്ക് തോന്നണു അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് അതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാൻ തോന്നണോ എനിക്ക് മനസ്സിലാവാറില്ല. അതൊക്കെ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വർക്കാവുമെന്ന് വിചാരിച്ചാണ് അങ്ങനത്തെ ഷോർട്സ് എടുക്കുന്നതോ അങ്ങനത്തെ സീൻസ് എടുക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ പിന്നീട് വരുമ്പം ഈ ധർമ്മജന്റെ ക്യാരക്ടർ തന്നെ എസ്പെഷ്യലി പടത്തിലുടനീളം നമ്മുടെ ഈ ഹരിഹർ നഗറിൽ നിന്ന് 2 ഹരിഹർ നഗറിലേക്ക് വന്ന സമയത്ത് അപ്പുക്കുട്ടൻ ജഗദീഷിന്റെ ക്യാരക്ടറിന്റെ തലച്ചോറ് എടുത്ത് മാറ്റിയുള്ള രീതിയിലാണ് അവര് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ആ ക്യാരക്ടറിനെ എഴുതി സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ അത് ധർമ്മജന്റെ ക്യാരക്ടർ. എന്താണ് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു ക്യാരക്ടർ. ഈ പടത്തിൽ ലോജിക്ക് നോക്കാൻ പാടില്ല, യെസ്, അത് സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും കണ്ടിരിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ വിനായകന്റെ ഡൂഡ്. ആ ഡൂഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് സെക്കൻഡ് ആട് 2 എന്ന് പറയുന്ന പടത്തിന് ലെവല് മാറ്റിയതും ആ പടം ഇത്രയും വലിയൊരു കൾട്ട് ഹിറ്റ് ആവാനും ആ പടത്തിന് ഇത്ര ഒരു ഫാൻ ഫോളോയിങ് വരാനും മെയിൻ റീസൺ ഡൂഡ് എന്ന് പറഞ്ഞ വിനായകന്റെ ക്യാരക്ടറാണ്. അതിൻ്റെ അത് പുള്ളിയുടെ ഡയലോഗ്സ് ആയിക്കോട്ടെ, പഞ്ച്, കൗണ്ടർ, എല്ലാത്തിനും ടൈമിങ്, എക്സ്പ്രഷൻസ് എല്ലാം ഒന്നിനൊന്ന് കിടിലനായിരുന്നു. അത്ര കിടിലൻ ഒരു ക്യാരക്ടറും അത്ര വേഴ്സറ്റൈൽ ആയിട്ടൊരു ആക്ടറും ഉള്ള സമയത്ത് ഈ പടത്തിലൊരു നല്ല കോമഡി സീൻ പോലും ഡൂഡിന് കൊടുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ഞാൻ OTT ഈ പടം കണ്ടത്. പടം കണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു ഈ പടം ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ FDFS മിസ്സാവൂലോ എന്നുള്ളത്. ഞാൻ എന്തായാലും ഇത് ആട് 3 അനൗൺസ് ചെയ്ത കാലം എന്ന് പറഞ്ഞിട്ട് FDFS കാണണം എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ പടം കണ്ട് OTT വന്ന് കണ്ടതോടുകൂടി സത്യം പറഞ്ഞാൽ മനസ്സിനൊരു ആശ്വാസമായിരുന്നു. തിയേറ്ററിൽ പോയി FDFS ആ പ്രതീക്ഷയോടുകൂടി കണ്ട് ഒരു ദുരന്തം കണ്ട് ഇറങ്ങേണ്ട വന്ന അവസ്ഥയായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയന്. ഇത് ജീവിതത്തിൽ ഒരു 2.5 മണിക്കൂർ 2.5 മണിക്കൂർ പോയി എന്നുള്ളതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാശ് മുടക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അത്ര നല്ലൊരു ഫ്രാഞ്ചൈസി, അത്ര നല്ല സെക്കൻഡ് പാർട്ടുള്ളൊരു പടം, നല്ല അടിപൊളി ഉളത്തരമായിട്ട് ആട് 3 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കണം. എന്നിട്ട് ആട് 3 തീർക്കുവാണെങ്കിൽ പിന്നെ വേണ്ടില്ല. ഇത് എന്തോന്നറിയ ആട് 3 പാർട്ട് 2. ഇത് നിങ്ങൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പഠിക്കണ മറ്റേ 2 ഫാസ്റ്റ് 2 ഫ്യൂരിയസ്, അതുപോലെ തന്നെ ആട് 3 പാർട്ട് 2, ഇനി ആട് 3 പാർട്ട് 2 ലോഡിങ്. ഇതൊരു ഫ്രാഞ്ചൈസി ആയിട്ട് ഉണ്ടാക്കുന്നത് ശരി, ഇത് പല പല പാർട്സ് ഉണ്ടാക്കിക്കട്ടെ, പക്ഷെ എന്തെങ്കിലും പുതുമയൊക്കെ കൊണ്ടുവരണ്ടേ. സെയിം ടെംപ്ലേറ്റ്, സെയിം സംഭവം, ഒരു മാറ്റം ഇല്ലാണ്ട്. അതും ആദ്യത്തെ 2 വളരെ മോശമായിട്ടാണ് തേർഡ് ഇതായത്. അതുപോലെ തന്നെ പറഞ്ഞപ്പോൾ ഈ പടം 100 കോടി ക്ലബിൽ കയറിയ പടമാണ്. ആട് ഫസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയ സിനിമയല്ല. അന്ന് ഏതൊരു സിനിമ റിലീസ് വേറെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നു. ഞാൻ ആ പടത്തിൻ്റെ റിലീസിനാണ് പോയി കണ്ടത്. എൻ്റെ ചേട്ടൻ ആട് തിയേറ്ററിൽ കണ്ട FDFS കണ്ടൊരു മനുഷ്യനാണ്. പുള്ളി പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളി തിയേറ്ററിൽ കണ്ട സാധനമല്ല
ഇത് പിന്നീട് CD-യിലോ TV-യിലോ വന്നപ്പം നമ്മളാരും കണ്ടതും ഹിറ്റായ സംഭവം പുള്ളി തിയേറ്ററിൽ കണ്ട സംഭവമല്ല. ഇത് റീഎഡിറ്റ് നടത്തിയെന്നും ആ റീഎഡിറ്റ് ചെയ്ത സാധനമാണ് ഹിറ്റായതെന്നുമാണ് ഞാനും കേട്ടത്. ഞാൻ ആദ്യം ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തിയേറ്ററിൽ കണ്ടൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ആക്ച്വലി ഇതിൻ്റെ റീ എഡിറ്റിങ് എന്തെങ്കിലും നടത്തി ഒരു C5 ഇറക്കിയ സമയത്ത് അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നുകൊണ്ടാണോ പടം ഇങ്ങനെ ഇരിക്കുന്നത്? അന്നേരം അവൻ പറഞ്ഞു ഇല്ല, തിയേറ്ററിലും സെയിം സംഭവമായിരുന്നു, അവനും കണ്ടാണ് തിയേറ്ററിലെ പടം. പക്ഷെ എനിക്ക് ആകെ മൊത്തത്തിലൊരു നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ നിരാശയായിപ്പോയി പടം കണ്ടിട്ട്. വളരെയധികം പ്രതീക്ഷയോടെ, ആടിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസാണ് ആട് 2. വളരെയധികം പ്രതീക്ഷയോടുകൂടി ഞാൻ വെയിറ്റ് ചെയ്ത് കണ്ടൊരു പടമാണ് ആട് 3. OTT-യിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് OTT-യിൽ വരാൻ വെയിറ്റ് ചെയ്ത് കണ്ടാണ്. അത് ഈ ഒരു അവസ്ഥയായി. ഇനിയിപ്പോൾ ആട് 3 പാർട്ട് 2 എന്താവും എന്നുള്ളത് ദൈവത്തിന് അറിയാം. അതിലിട്ടേക്കണ ഒരു ടൈലൻ്റ് ആണെങ്കിൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സുഖം തോന്നിയില്ല. ടൈം ട്രാവലും അതും ഇതും എല്ലാം കൂടെ കുത്തിക്കയറ്റി മൊത്തത്തിൽ ഓൾറെഡി ഒരു അവിയൽ പരുവത്തിലാണ്. ഇനി അതിന് എന്ത് പരുവത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ പടത്തിൽ നിന്ന് തോന്നിയത്. ആസ് ആൻ ഓവറോൾ ഫാൻ ഞാൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ഈ പടത്തിൽ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു പടം എടുത്ത് വെച്ചേക്കണാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് പടം തിയേറ്ററിൽ കണ്ട ആൾക്കാരാണോ നിങ്ങൾ, അതോ OTT വന്നു കഴിഞ്ഞിട്ട് OTT കണ്ടവരാണോ? കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് ജോബിൻ ജോൺ സൈനിങ് ഓഫ് ഫ്രം ജോൺസ് ടോക്സ്. ബൈ.